ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് 2026 കണക്കനുസരിച്ച് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള 10 ഹിന്ദു ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 10 രാമകൃഷ്ണ ടെമ്പിൾ. കൊൽക്കത്തയ്ക്കടുത്ത് ഹൂഗ്ലി നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് ഹിന്ദു, ഇസ്ലാമിക, ബുദ്ധ, ക്രിസ്ത്യൻ വാസ്തുവിദ്യക്ക് പേരുകേട്ടതാണ്. ഏകദേശം 40 ഏക്കർ വിസ്തൃതിക്കുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 9 രാമാനുജ ടെമ്പിൾ. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വിഷ്ണുവിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിനവ ക്ഷേത്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. നമ്പർ 8 ബസാക്കി ടെമ്പിൾ. ഇന്തോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് 1000 മീറ്റർ ആണ് ഉയരം. ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതും പവിത്രവുമായ ക്ഷേത്രമാണ് ഇത്. നമ്പർ 7 പ്രേം മന്ദിർ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 22 ഹെക്ടർ സ്ഥലത്താണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇത് രാധാകൃഷ്ണനും സീതാരാമനും സമർപ്പിച്ചിരിക്കുന്ന പുണ്യക്ഷേത്രമാണ്. നമ്പർ 6 അക്ഷരധാം. ഇന്ത്യയിൽ ഡൽഹിയിലുള്ള ക്ഷേത്രവും ക്യാമ്പസുമാണ് സ്വാമിനാരായണൻ അക്ഷരധാം. ഏകദേശം 86,342 ചതുരശ്ര അടിയിലാണ് ഈ ക്ഷേത്രം വ്യാപിച്ചു കിടക്കുന്നത്. നമ്പർ 5 ഛത്തർപൂർ ടെമ്പിൾ. ശ്രീ ആദ്യ കാർത്യായനി ശക്തിപീഠം ഹിന്ദു ദേവതയായ കാർത്യായനിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന്റെ മുഴുവൻ സമുച്ചയം 70 ഏക്കർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. നമ്പർ 4 ശ്രീലക്ഷ്മി നാരായണി ദേവി ടെമ്പിൾ. തമിഴ്നാട്ടിലെ മനോഹരമായ ഉദ്യാനമാണ് ഈ ക്ഷേത്രം. 1500 കിലോഗ്രാം ശുദ്ധമായ സ്വർണം കൊണ്ട് പൊതിഞ്ഞ വിമാനത്തിനും അർദ്ധമണ്ഡപത്തിനും പേരുകേട്ടതാണ് ഇത്. നമ്പർ 3 ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിൾ. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 155 ഏക്കർ വിസ്തൃതിയിലാണ് ഉള്ളത്. 81 ആരാധനാലയങ്ങളും 21 ഗോപുരങ്ങളും ഇവിടെയുണ്ട്. നമ്പർ 2 സ്വാമിനാരായണൻ അക്ഷരധാം. 2015നും 2023നും ഇടയിൽ USA നിർമ്മിച്ച ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത്. ചുണ്ണാമ്പുകല്ല് കൊണ്ടുള്ള 13 നിലകളുള്ള ഒരു ഘടന കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്പർ 1 അങ്കോർ വാട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മതസ്മാരകമായ 162.6 ഏക്കർ വിസ്തൃതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കംബോഡിയയിലെ ക്ഷേത്രങ്ങളുടെ നഗരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.